ഇങ്ങനെ തളർന്നു നിന്നുകൊണ്ട് കാര്യമില്ല പെങ്ങളെ. എന്നാലും എന്നെ അങ്ങേര് വൃത്തിയില്ലാത്തോളന്ന് വിളിച്ചല്ലോടാ ജോർജെ. 2 നേരം കുളി, 5 മിനിറ്റ് കൂടുമ്പോ മുഖം കഴുകൽ. ഇനി ഇതിൽ കൂടുതൽ എന്ത് വൃത്തിയാ മനുഷ്യന് വേണ്ടത്? എന്താടാ? അല്ല, ഞാൻ മൊത്തത്തിലൊന്ന് നോക്കുക. പോടാ വൃത്തിയോട്ടനെ. അങ്ങനെയല്ല, ഇട്ടിച്ചൻ പറഞ്ഞത് നേരാ, ഒരു വൃത്തിക്കുറവുണ്ട്. അതെ, ഇട്ടിച്ചൻ നിത്യേന ചെറുപ്പമായിട്ട് വരിക, മേരി പെങ്ങൾ നിത്യേന വയസ്സെത്തിയായിട്ടും വരുന്നു. അതെ, വ്യത്യാസം ചെറുതൊന്നുമല്ല എന്ന് കരുതി അങ്ങനെ പോലെ ഞാനും ഭ്രാന്ത് കാണിക്കണോ? നീ പോടാ അവിടുന്ന്. കാണിക്കണം മേരി ചേച്ചി, ചെറുപ്പമാകണം. വെറുതെ ചെറുപ്പമായ പോരാ, ഏതൊരാള് കണ്ടാലും മോഹിക്കുന്ന രീതിയിൽ ചെറുപ്പമാവണം. ഓ, എനിക്ക് വയ്യ. എന്നാ പിന്നെ ഇട്ടിച്ചൻ കാണിക്കണ കണ്ടെങ്കിൽ സഹിച്ചവിടെ ഇരുന്നു. എന്റെ ചേച്ചി സിറ്റിയിലേക്കൊന്ന് ഇറങ്ങി നോക്ക്. 50ഉം 60ഉം വയസ്സുള്ള പെണ്ണുങ്ങളെ ചുരിദാറൂട്ട് 16-കാരികളെ പോലെയാ നടക്കണത്. എത്ര ആളാ പ്രായം നോക്കാതെ പ്രേമിക്കുന്നറിയോ? ഞാൻ പ്രേമിക്കണോ? ഈ കണ്ടീഷനിലാവൊന്നും നടക്കൂല. മാറണം. എങ്ങനെ? അതിനല്ലേ ബ്യൂട്ടി പാർലർ. കൈ കുറച്ച് കാശുമായി അവിടെ ചെന്ന് വെറുതെ ഒന്ന് ഇരുന്നു കൊടുത്താൽ മതി. കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാവില്ല. ഈ ആണുങ്ങൾക്ക് ഒരു മനഃശാസ്ത്രമുണ്ട്, അത് ചേച്ചിക്ക് അറിയാമോ? എനിക്ക് ഇട്ടിച്ചന്റെ മനഃശാസ്ത്രം മാത്രമേ അറിയാവൂ. അവിടെയാണ് തെറ്റ്. ആണുങ്ങൾക്ക് വയസ്സാകും തോറും ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. മുന്നിൽ പുതിയ നിറങ്ങൾ കാണുമ്പോൾ കൂടെ നടക്കണ നിറമില്ലാത്തതിന് വില ഉണ്ടാവില്ല. പിന്നെ പൂച്ചം വെറുപ്പ്. എടാ ജോർജ്, നിനക്ക് എന്തോരം വിവരമാ. വേലക്കാരനെ ഒതുങ്ങിപ്പോയ ഒരു ശാസ്ത്രജ്ഞനാണ് ഞാൻ, മനഃശാസ്ത്രജ്ഞൻ. എത്രയോ ആൾക്കാരുടെ മനസ്സിൽ ജോർജ് പഠിച്ചിരിക്കുന്നു എന്ന് കരുതി അഹങ്കരിക്കില്ല. അതാണ് ഈ ജോർജ്. മേരി ചേച്ചി തീരുമാനം പറ, മാറണോ വേണ്ടയോ? പറ. മാറണം. എങ്കിൽ ഇന്നു മുതൽ മേരി ചേച്ചി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അയ്യോ, അങ്ങനെയല്ല, മാറ്റാൻ. ഇട്ടിച്ചൻ ഞെട്ടും, ഈ നാട്ടുകാർ ഞെട്ടും, നമ്മൾ ഞെട്ടിക്കും. ആരെങ്കിലും ഒന്ന് സഹായിക്കാന്ന് വെച്ചാ ഒരുത്തനെ കാണുന്നില്ലല്ലോ. അമ്മാവാ. ആരാ? സുദേവനാ? അല്ല, അർജുനാ. ഏതർജുനൻ? നീ എന്തിനാ എന്നെ അമ്മാവാന്ന് വിളിക്കണേ? എന്തെങ്കിലും സഹായം വേണോന്ന് ചോദിക്കാനാ. ചോദിച്ചത് നന്നായി. ഒരു 2000 രൂപ ഇങ്ങോട്ട് താമോനെ. അയ്യോ, കാശിന്റെ കാര്യമല്ല. കാശില്ലേ? ഇല്ല. പിന്നെന്തിനാ സഹായിക്കാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് കഴുത മോറൻ? അമ്മാവൻ എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ താങ്ങി പിടിച്ച് അവിടെ കൊണ്ടുവന്നാക്കാം. വേണ്ട വേണ്ട, ഞാൻ എന്നും ഇവിടെ വന്നിരിക്കാറുള്ളതാ. കോളേജ് വിട്ടിട്ടേ പോകൂ. പേരക്കുട്ടികൾ ആരെങ്കിലും കോളേജിൽ പഠിക്കുന്നുണ്ടോ? ഇല്ല. ആ ധൈര്യത്തിലല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കണത്. പെമ്പിള്ളേർ പഠിക്കുന്ന കോളേജാ, കാണാൻ നല്ല കളറാ. കണ്ണ് ശരിക്ക് കാണുമോ? ഒരു മിന്നായം പോലെ. മരിക്കുന്നവരെ ഇതെങ്കിലും എത്തിച്ചു പോകാൻ പറ്റിയാൽ മതിയായിരുന്നു. അമ്മാവാ, അമ്മാവന് സഹായം വേണ്ടെങ്കിൽ വേണ്ട, എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? നിത്യേന എല്ലാ കാര്യത്തിലും അമ്മാവനെ ഞാനാ താങ്ങി പിടിച്ചു കൊണ്ടുവരുന്നേന്നൊന്ന് പറയണം. ആരോട്? ദേ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് വരുന്നുണ്ട്.
സുന്ദരിയാണോ? അതെ. എന്നാ ഞാൻ ഏറ്റു. അമ്മാവൻ ഈ സഹായത്തിനുള്ള പ്രതിഫലം നാളെ ഞാൻ തന്നിരിക്കും. ഞാനേ കോവിലകത്തെയാ. ആന്നോ? ആ. എന്നാ എടുത്തോളാം മോനെ. എന്തൊരു കനം. ഓ. പിന്നെ അമ്മാവാ, അമ്മാവനൊന്ന് കൊഴിപ്പിച്ചേക്കണം. കൊഴിപ്പിക്കാനല്ലേ? അതൊക്കെ ഞാൻ ഏറ്റു. ആ. ഇതാരാ അർജുനേട്ടാ? അറിയില്ല, മിക്ക ദിവസവും വഴിയിൽ തളർന്നിരിക്കുന്നത് കാണാം. ഞാൻ പിടിച്ചു കൊണ്ടുപോയി ആക്കും. നമുക്കുള്ള ആരോഗ്യം പോലും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതല്ലേ ആനന്ദം. അതെ മോളെ, ഈ മോന്റെ സഹായം കൊണ്ടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ദൈവത്തെക്കാളും വലിയവനാ ഇവൻ. അയ്യോ, എന്നെ അങ്ങനെ പുകഴ്ത്താതെ. വേണ്ടെങ്കി വേണ്ട, പിന്നെ എന്നോട് പറയരുത്. ആ. ഓർമ്മക്കുറവുണ്ട്, പരസ്പരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും. പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ രാത്രി മനസമാധാനത്തോടെ കിടന്നുറങ്ങാം, ഇല്ലേ അനുരാധേ? അർജുനേട്ടൻ ഇങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ആഹാ. ചിലര് പറഞ്ഞു നടക്കും, പക്ഷെ എനിക്കത് ശീലമില്ല. ആ. അതെ അതെ, മിടുക്കനായവൻ. ആ, മോളുടെ പേരെന്താ? അനുരാധ. നല്ല ശബ്ദം. കണ്ണ് കണ്ടുകൂടാ. ഇപ്പൊ നല്ല തെളിച്ചോണ്ട്. ആ, അനുരാധയും ഒരു പൊതുപ്രവർത്തകയാ അമ്മാവാ. മറ്റേ പൊതുപ്രവർത്തകയാണോ? ദേ, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് ചോദിക്കുക. പാവം, അധികം നിർത്തി ബുദ്ധിമുട്ടിക്കണ്ട. എവിടെയെന്ന് വെച്ചാ കൊണ്ടുചെന്ന ആക്ക്. അനുരാധ കൂടി വരുന്നോ? നമുക്ക് ഒന്നിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്താം. അപ്പൊ മോള് എന്റെ ഇടവശത്തോട്ട് നിന്നോ? അയ്യോ വേണ്ട, അർജുനേട്ടൻ കൊണ്ടുചെന്ന് ആക്കിയിട്ട് വന്നാ മതി. ഞാൻ ബീച്ചിലേക്കാ. എന്നാ പിന്നെ നമുക്ക് ബീച്ചിലേക്ക് പോവാം. വാ. വേണ്ട, അനുരാധ നടന്നോ. വരട്ടെ. ഇത്രയും ചെറിയ പ്രായത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ആളല്ലേ. ഞാൻ എൻ്റെ മോളെ ഒന്ന് അനുഗ്രഹിക്കട്ടെ. മോളെ, മതി, അനുരാധ നടന്നോ. താൻ എന്തായി കാണിച്ചേ? കുറച്ചുകൂടെ അനുഗ്രഹിക്കാമായിരുന്നു. കാണേണ്ടവര് കണ്ടു കഴിഞ്ഞു, എനിക്കിനി വയ്യ. എന്നാ പിന്നെ താ എന്നെ എടുത്തെടുത്തോണ്ട് പോയി കോളേജിൽ പോ വിടും. താനേ ഇവിടെ കിടന്ന